വർക്കല സ്വസ്തിക് ജോഷ്ണ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ചില പ്രത്യേക നക്ഷത്രക്കാർ വിശേഷമായിട്ട് 1201 ആണ്ട് ഈ വരുന്ന ചിങ്ങം മുതൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ വിശേഷമായിട്ട് മഹാവിഷ്ണുവിനെ ധന്വന്തരി മന്ത്രം ജപിച്ച് അർച്ചന നടത്തി പ്രീതിപ്പെടുത്തേണ്ടതാണ്. ധന്വന്തരി മന്ത്രാർച്ചന എന്ന് പറയും. ധന്വന്തരി മൂർത്തി എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിന്റെ ഒരു വിശേഷ ഭാവമാണ്, ഔഷധ ഭാവമാണ്. നമുക്ക് എന്തെങ്കിലും ദുരിതം, വീഴ്ച, താഴ്ച, ക്ലേശം, ശാരീരിക വൈഷമ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വ്യാഴത്തിനെ കൊണ്ടാണോ ബുധനെ കൊണ്ടാണോ വന്നിട്ടുള്ളത്, ആ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടാണ് നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഔഷധം കഴിച്ചാലും അത് ഫലമായി വരണമെന്നുണ്ടെങ്കിൽ ധന്വന്തരി മൂർത്തിയെ ആരാധിക്കണം. അങ്ങനെ വരുമ്പോൾ ചില പ്രത്യേക നാളുകാർക്ക് വ്യാഴം രോഹരാശിയിലാണ് ഇപ്പോൾ. അത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ മകരക്കൂറുകാർക്കാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം. അവിട്ടത്തിന്റെ ആദ്യ പകുതി ഈ പറഞ്ഞിരിക്കുന്ന 3 നാളുകാർക്കും രോഗദുരിതം ഉണ്ടാവും, രോഗക്ലേശം ഉണ്ടാവും. 6-ാം രാശിയിലാണ് വ്യാഴം. പ്രത്യേകിച്ച് ഈ കഴുത്തിനെ ബാധിക്കുന്ന ഭാഗത്തൊക്കെ പറയാം. മിഥുന രാശിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതാണ് കഴുത്ത് എന്നൊക്കെ പറയാം. ഈ കഴുത്തിനെ ബാധിക്കുന്ന ഭാഗങ്ങൾ, ENT-യുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ, ഇവിടെയൊക്കെ രോഗവും ക്ലേശവും ഒക്കെ വരാം. അല്ലാതെയും പറയാം. പ്രായമനുസരിച്ചുള്ള രോഗക്ലേശങ്ങൾ അധികരിച്ച് വരാം. ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാൾ വിശേഷമായിട്ട് മഹാവിഷ്ണുവിനെ ധന്വന്തരി മന്ത്രം ജപിച്ചുള്ള അർച്ചന നടത്തി പ്രത്യേകിച്ച് ആരാധിക്കുക. ധന്വന്തരി മന്ത്രാർച്ചന ചെയ്യണം. എന്തൊക്കെയാണ് വിശേഷമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, ധന്വന്തരി മന്ത്രാർച്ചന മാത്രം ചെയ്താൽ പോരാ, ധന്വന്തരി ഹോമം വിശേഷമായിട്ട് ഗ്രഹത്തിൽ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. രോഗം മാറാൻ, രോഗദുരിതം മാറാൻ, അപ്രതീക്ഷിതമായ ക്ലേശങ്ങൾ വരാതിരിക്കാൻ. അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളുടെ സ്ഥിരമായ ദർശനം, കൃഷ്ണന്റെ അമ്പലത്തിലാണെങ്കിൽ ബുധനാഴ്ച, വിഷ്ണുവിനാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷമായി തൊഴുത്, മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി, കഴിക്കുന്നത് ഒഴിവാക്കി വലത് വെച്ച് തൊഴുത് തുളസിയില കൊണ്ട് ഭഗവാൻ സഹസ്രനാമാർച്ചനയും അതിനോടൊപ്പം തന്നെ ധന്വന്തരി മന്ത്രാർച്ചനയും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്യാം. അത് കൃഷ്ണന്റെ അമ്പലത്തിന് ബുധനാഴ്ച, വിഷ്ണുവിന്റെ അമ്പലത്തിലാണെങ്കിൽ വ്യാഴാഴ്ച. സ്ഥിരമായിട്ട് ഈ വരുന്ന 10 മാസത്തോളം അടുത്ത മേടം തീരുന്നത് വരെയും ചെയ്യുന്നത് ഈ പറഞ്ഞ നാളുകാരെ സംബന്ധിച്ച് രോഗങ്ങൾ മാറാനും കടമൊന്ന് മാറിക്കിട്ടാനും സാമ്പത്തികമായ അഭ്യുന്നതിക്കും ഒക്കെ തന്നെ വിശേഷപ്പെട്ട കാര്യമാണ്. ഒക്കുന്ന പക്ഷം അത് ചെയ്യാൻ നോക്കുക. വർക്കല സ്വസ്തിക് ജോഷ്ണ യൂട്യൂബ് ചാനലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.